ഹലോ. ഡ്യൂട്ടി കഴിഞ്ഞ് ഫ്രഷ് ആയിട്ട് നേരെ അടുക്കളയിലേക്ക്. കടയിൽ നിന്ന് ഞാൻ കുറച്ച് സാധനങ്ങൾ മേടിച്ചിട്ടുണ്ട് കേട്ടോ. നമുക്ക് നാളെ കൊണ്ടുപോകാനും പിന്നെ 2-3 ദിവസത്തേക്കൊക്കെ സ്മൂത്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള പഴവും ആപ്പിളും മാമ്പഴമൊക്കെ ഞാൻ മേടിച്ചിട്ടുണ്ട് കേട്ടോ. ഇവിടെ ആണെങ്കിൽ ശിവയ്ക്കാണെങ്കിൽ പാൽ കുടിച്ചു മടുത്തു. അവനാണെങ്കിൽ ചായ മതി എന്ന് പറഞ്ഞാൽ പിള്ളേർക്ക് ചായ കൊടുക്കണം അത്ര നല്ലതൊന്നുമല്ലല്ലോ. അപ്പോൾ ഞാൻ സ്മൂത്തി ഉണ്ടാക്കാനായിട്ട് കുറച്ച് സാധനങ്ങൾ മേടിച്ചിട്ടുണ്ട് കേട്ടോ. അതൊക്കെ അവിടെ പിറക്കി വെച്ചിട്ടുണ്ട്. പിന്നെ അതേ പാത്രം കഴുകലാണ് അടുത്ത് നമ്മുടെ ചടങ്ങ് വരുന്നത്. അത് പിന്നെ ഒരിക്കലും ശമനമില്ലാത്ത ഒരു കാര്യമാണല്ലോ. അപ്പോൾ എൻ്റെ കൂട്ടത്തിൽ നിന്ന് ഇരിക്കാനായിട്ട് ശിവക്കുട്ടനുണ്ട് കേട്ടോ. അവന് സ്കൂളിലെ എക്സാമാണ്, അതിൻ്റെ റിവിഷൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അവൻ്റെ അടുത്തിരിക്കാൻ എനിക്ക് സമയമില്ല. അപ്പോൾ എൻ്റെ ടൈം അവിടെ പോകും. അപ്പോൾ അവനെ ഞാൻ പാത്രം കഴുകുന്നിടത്ത് കൊണ്ട് ഇരുത്തിയിട്ട് എഴുതിപ്പിക്കണം കേട്ടോ. അവൻ അവിടെ നിന്ന് എഴുതി, ഞാൻ എൻ്റെ പാത്രം കഴുകലോടെ നടത്തി. അപ്പോൾ പാത്രമൊക്കെ കഴുകി നമ്മൾ എടുത്ത് വെച്ചു. പിന്നെ നമ്മൾ നാളെ കൊണ്ടുപോകാനുള്ള ചീര അരിഞ്ഞ് വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ കുറച്ച് ചീരയായിട്ട് ഞാൻ മേടിച്ചിട്ടുള്ളൂ. മൊത്തമായിട്ട് ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ തീരൂല. പക്ഷേ ശിവക്കുട്ടന് ഭയങ്കര ഇഷ്ടമാണ് ചീര. അതുകൊണ്ടാണ് ഞാൻ മെയിനായിട്ടും ചീരയൊക്കെ മേടിക്കുന്നത്. കൂടുതലായിട്ട് ഇവിടെ ചുവന്ന ചീരയാണ് മേടിക്കാറ്. പച്ചച്ചീരയ്ക്ക് എന്തോ എനിക്ക് അത്ര ടേസ്റ്റ് തോന്നാറില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ചുവന്ന ചീര മേടിച്ചിട്ടു. അപ്പോൾ നാളത്തേക്കുള്ള ചീരയൊക്കെ ഞാൻ നല്ലോണം അരിഞ്ഞ് വെച്ചിട്ടു. അതിനോടൊപ്പം തന്നെ നാളെ ചീര ഉണ്ടാക്കാനുള്ള ഉള്ളി മുളകൊക്കെ ചതച്ച് ഞാൻ വെക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾക്ക് ആ പണി അത്ര എളുപ്പമായില്ലോ. അപ്പോൾ അത് നേരെ എല്ലാം അടച്ചു കൂട്ടി നമ്മൾ ഫ്രിഡ്ജിലേക്ക് വെച്ചു. ഇനി നെക്സ്റ്റ് പരിപാടി എന്തെന്ന് പറഞ്ഞാൽ നമുക്ക് ആ അരിഞ്ഞ ഭാഗങ്ങളൊക്കെ ഒന്ന് ക്ലീൻ ആക്കണമല്ലോ. അപ്പോൾ അതൊക്കെ ഞാനൊന്ന് ക്ലീൻ ആക്കി എടുക്കുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് വലിയ രീതിയിലൊന്നും ഇതായിട്ടൊന്നുമില്ല. ഞാൻ അപ്പോൾ തന്നെ പാത്രത്തിലൊക്കെ ആയിട്ട് ഇട്ടതുകൊണ്ട് പെട്ടെന്ന് തന്നെ ക്ലീൻ ആക്കി എടുക്കാൻ പറ്റി കേട്ടോ. പിന്നെ നമുക്ക് ഫുഡ് ഉണ്ടാക്കാം കേട്ടോ. ഇന്ന് നമ്മൾ ഓട്സ് ആണ് കേട്ടോ ഉണ്ടാക്കുന്നത്. ചേട്ടൻ പറഞ്ഞു ഓട്സ് മതി. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു എന്നാൽ ഞങ്ങളും ഓട്സ് ആക്കി വെക്കാമെന്ന്. അപ്പോൾ കുറച്ച് ഓട്സ് എടുത്തിട്ടുണ്ട് കേട്ടോ. ആവശ്യത്തിന് വെള്ളം ഒക്കെ ഒഴിച്ചിട്ട് ഞാൻ ഉപ്പിട്ടിട്ടാണ് കേട്ടോ വയ്ക്കുന്നത്. ചിലർ മധുരമൊക്കെ ഇടാറുണ്ട്. ഞാൻ എന്തേ ഉപ്പിട്ട് തിളപ്പിച്ച് നമ്മൾ ഓട്സ് അങ്ങനെ റെഡി ആക്കിയിട്ട് പിന്നെ റൂമിൽ ചെന്ന് കട്ടിലൊക്കെ കുടഞ്ഞിട്ടു. അപ്പോഴത്തേക്കും ചേട്ടായും വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ചേട്ടായും കൊച്ചും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും കളിയും പിന്നെ അവരുടെ കളിയും ചിരിയൊക്കെ കണ്ട് ഞാനും കുറച്ച് നേരമൊക്കെ നോക്കിയിരുന്നു കേട്ടോ. അപ്പോൾ ടാറ്റ ബൈ ബൈ, ഓക്കെ, സീ യു.